ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ വേദയും വിക്രമും ഇപ്പോൾ വേദയുടെ വീട്ടിലാട്ടോ. അങ്ങനെ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വേദ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വിക്രമിനെ പോയി നോക്കുന്നുണ്ട്. ശേഷം വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് വീണ്ടും വിക്രമിനെ വന്നിങ്ങനെ നോക്കും. വിക്രം നല്ല ഉറക്കമാണ്, വിളിക്കാനൊന്നും നിൽക്കുന്നില്ല. വേദ റൂമിന് പുറത്തിറങ്ങിയിട്ട് ആ ഡോർ ലോക്ക് ചെയ്യുക. ശേഷം കീയുമായിട്ടാണ് വേദ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പോക്കറ്റിലിട്ടിട്ടുണ്ട് കേട്ടോ, അത് വേറെ ആരും അറിയുന്നില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശ്രീകാന്ത് ഉണ്ടാവും അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ട് പത്മം വന്ന് ശ്രീകാന്തിന് ചായ കൊടുക്കൂട്ടോ, നിനക്ക് വേണോ എന്ന് വയ്ക്കുമ്പോൾ വേദ പറയും ഞാൻ കുടിച്ചു. കുടിച്ചെന്നോ? അതെ, ടീ ബാഗും കെറ്റിലൊക്കെ റൂമിനകത്ത് ഉണ്ടല്ലോ. ഓ, കെറ്റിൽ നീയാണോ അപ്പം എടുത്തത്? വേദ പറയും അതെ, അതിരാവിലെ എഴുന്നേറ്റ് കട്ടൻ കുടിക്കുന്നത് ഇപ്പം എനിക്കൊരു ശീലമായി. താഴേക്ക് വന്ന് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. അപ്പോഴേക്കും ശ്രീകാന്തിന് ഒരു കോള് വരും. ചന്ദ്രശേഖരനാണേ. വിളിച്ച പാടെ ചോദിക്കും അതെ നീ അറിഞ്ഞോ, ഒരു വാർത്തയുണ്ട്. ശ്രീകാന്ത് അറിഞ്ഞിട്ടില്ല കേട്ടോ. എന്താ? നമ്മുടെ സാബുവിനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിന്നേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. പക്ഷേ ഡോക്ടർ പറയുന്നത് ആരോ നന്നായി പെരുമാറിയതാണെന്നാ. ആര്? അപ്പോൾ ചന്ദ്രശേഖരൻ പറയും ആരായിരിക്കും? അപ്പോൾ ശ്രീകാന്ത് വേദ ഇങ്ങനെ നോക്കുമ്പോൾ വേദയ്ക്ക് കാര്യം അറിയാലോ. അതുകൊണ്ട് തന്നെ വേദയുടെ ഭാവത്തിൽ നിന്നും ശ്രീകാന്തിന് അത് മനസ്സിലാകുന്നുണ്ട്. വിക്രമാണെന്നുള്ളൊരു സംശയം വേദയുടെ മുന്നിൽ നിന്ന് പറയാതെ കുറച്ച് മാറി നിന്നിട്ട് അതായത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. വിക്രം? അപ്പൊ ചന്ദ്രശേഖരൻ പറയും അല്ലാണ്ട് വേറെ ആര്? ആ മാഷയും മക്കളെയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചതിനെ കിട്ടിയതായിരിക്കാനാണ് സാധ്യത. പക്ഷെ സാബു ഇത് ആക്സിഡന്റ് ആണെന്നാ പറയുന്നത്. പക്ഷെ ഡോക്ടർ പറയുന്നത് ആരോ മനഃപൂർവ്വം തല്ലി ചതച്ചതാണെന്ന്. മാത്രമല്ല അയാൾ നന്നായി പേടിച്ച മട്ടുണ്ട്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോവാണ്. ശ്രീകാന്ത് പറയും ഞാനും വരാം. എങ്കിൽ വേഗം വാ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. വേദ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് അവിടെ വന്നിരുന്നിട്ട് പറയും അപ്പൊ അവൻ തിരിച്ചടി തുടങ്ങിയല്ലേ? ഇൻസ്പെക്ടറെ പഞ്ഞിക്കിട്ടാണ് അവന്റെ ആരംഭം. അപ്പൊ വേദ പറയും ഒന്നും ചെയ്യാത്ത അച്ഛനെയും ഏട്ടന്മാരും കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് തല്ലി ചതയ്ക്കുമ്പോൾ ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടാവുന്നേ അയാൾ ഓർക്കേണ്ടതായിരുന്നു. ശ്രീകാന്ത് പറയും ഓ, അപ്പൊ അവനാണെന്ന് നീ ഉറപ്പിച്ചോ? വേദ പറയും വിക്രമാണ് ഇത് ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശ്രീകാന്ത് പറയും അധികകാലം നിനക്കിങ്ങനെ കഴിയാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. വേദയും പറയും അത് ശരിയാ, അധികകാലം ഇങ്ങനെ കഴിയില്ല. വിക്രം പുറത്തു വരികയും അന്തസ്സായി ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ അതിനു മുമ്പ് സാബുനെയും അതുപോലെയുള്ള മറ്റു ചിലരെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിയില്ലെന്ന് മാത്രം. ശ്രീകാന്ത് പറയും ഓ, അപ്പൊ അവൻ എവിടെയുണ്ടെന്നും എന്തൊക്കെ ചെയ്യുന്നും നിനക്കറിയാല്ലേ? വേദ പറയും എന്താ സംശയം? തിരിച്ചടികൾ എങ്ങനെയൊക്കെയാ വേണ്ടതെന്നേ ഇനി ഞങ്ങൾ ഒന്നിച്ചാണ് ആസൂത്രണം ചെയ്യാൻ പോകുന്നത്. എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ശ്രീകാന്ത് പറയും അങ്ങനെ അതും പറഞ്ഞേ വേദ അവിടുന്ന് കിച്ചണിലേക്ക് പോകും. വേദയുടെ മുന്നിൽ ധൈര്യത്തിൽ നിന്നെങ്കിലും ശ്രീകാന്തിനും ഇപ്പൊ ചെറുതായിട്ട് പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശേഷം വിക്രം മുകളിൽ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ അങ്ങോട്ട് വരും. ആഹാ, എണീറ്റോ? നന്നായിട്ട് ഉറങ്ങിയോ? സുഖമായിട്ട് ഉറങ്ങി. എങ്കിൽ പോകാൻ ബ്രഷ് ചെയ്തിട്ട് വാ, ഞാനേ ചായ ഇടാം. ആർക്കാന്ന് ചോദിക്കില്ലേ? അപ്പൊ വേദ പറയും ഈ റൂമിൽ വെച്ച് ചായ ഉണ്ടാക്കി കഴിഞ്ഞാല് ആരറിയാനാണ്? അപ്പൊ വിക്രം ചോദിക്കും ഇവിടെ വെച്ചോ? ആ അതെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. മോൻ പെട്ടെന്ന് പല്ലേച്ചിട്ട് വാ. പിടിക്കണോ? ഓ വേണ്ട വേണ്ട, ഈ കാലും വെച്ചിട്ട് ആ സാബുവിനെ അടിച്ച് പഞ്ഞിക്കിട്ട ആളല്ലേ? ഒരു കത്തി എടുത്തൊരു കുത്ത് തരാൻ തോന്നുന്നുണ്ട്. വിക്രം പറയും ആ അത് തന്നെ അയാൾ ചെയ്തത്, അത് തടുത്തപ്പോഴാ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് നോക്കും. ആ പിന്നെ താൻ കുത്തി കഴിഞ്ഞാ തടുക്കില്ല കേട്ടോ. വാ, കത്തിയോ കുന്തോ എന്ത് വേണമെങ്കിലും എടുത്ത് കുത്തിക്കോ. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ദേഷ്യമെങ്കിലും തീർക്കാലോ. വേദ പറയും എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞോ? അപ്പോഴേക്ക് വേദ കെറ്റിലൊക്കെ എടുത്ത് ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. വിക്രം പറയും പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുമല്ലോ ബുദ്ധിമുട്ടാണെന്ന്. ആളുകളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനൊക്കെ ഇയാൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ഇത്രയും കൊല്ലം അങ്ങനെയാണല്ലോ ജീവിച്ചത്. അങ്ങനെ എല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നീ ഇവിടെ എത്തിയത്. അച്ഛനും ഞാനും ഇവിടെ വന്ന് വിളിച്ചിട്ടും നീ വന്നില്ലല്ലോ. വേദ പറയും അതുകൊണ്ട് ഇപ്പൊ ഗുണം ഉണ്ടായില്ലേ? ഒന്നിച്ച് താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയില്ലേ? വിക്രം പറയും ഇത് അത്രയ്ക്ക് സേഫായ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും സേഫായ ഒരു സ്ഥലം വിക്രമിന് വേറെ കണ്ടെത്താൻ പറ്റില്ല. ഒരു ജില്ലാ ജഡ്ജിന്റെ വീട് കയറി റെയ്ഡ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം അങ്ങനെ അധികാരം അതിന് തയ്യാറാവില്ല. വിക്രം പറയും പോലീസ് വേണ്ട, നിന്റെ വീട്ടിലാരെങ്കിലും വന്നാ? വേദ പറയും വരില്ലെന്നേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ വന്നാലും ദാ അപ്പുറത്തൊരു വാതിലുണ്ട്, അത് തുറക്കുന്നത് ഓപ്പൺ ടെറസിലേക്കാണ്. അവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, അതിനുള്ളില് ഞാനൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്നിരുന്നാ മതി. അന്വേഷിച്ചു വരുന്നവര് മടങ്ങി പോകുമ്പോ ഞാനൊരു സിഗ്നൽ തരാം, അപ്പൊ മടങ്ങി വന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ ചായ ഉണ്ടാക്കി കൊടുക്കാട്ടോ വേദ. അങ്ങനെ വിക്രം അത് വാങ്ങിച്ച് കുടിക്കാൻ തുടങ്ങുമ്പോ വേദ പറയും അത് ശരി, അപ്പൊ ബ്രഷ് ചെയ്തില്ല അല്ലേ? വിക്രം പറയും കട്ടൻ കുടിക്കാൻ പല്ല് തേക്കണമെന്നില്ല. വേദ പറയും ആ പിന്നെ സാബുവിനെ തല്ലിയത് ശ്രീയേട്ടൻ അറിഞ്ഞിട്ടുണ്ട്. അങ്കിളിന്റെ ഫോൺ കോള് വന്നിരുന്നോ? അത് ഞാനാണെന്ന് അവര് പറഞ്ഞോ?
ആ അത് ഊഹിക്കാലോ. വിക്രം പറയും അതാ പറഞ്ഞത് എന്റെ ഇവിടുത്തെ താമസം തനിക്ക് റിസ്ക് ആവുന്നേ. വേദ പറയും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇമ്മാതിരി പണിയൊപ്പിക്കാൻ ഞാൻ മതി. അതും പറഞ്ഞ് വിക്രം ചിരിക്കുമ്പോ വേദ പറയും ചിരിച്ചു മയക്കാതെ പോയി ബ്രഷ് ചെയ്തിട്ട് വാ. അല്ല ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേദ പറയും ബ്രെഡും മുട്ടയും അലമാരയിലുണ്ട്, ഇൻഡക്ഷനും സ്റ്റൗവും അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്, ഒരാളുടെ കാര്യല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നേ എന്ന് പറഞ്ഞ വിക്രം ചായ കുടിച്ചോണ്ടിരിക്കട്ടോ. അതിങ്ങനെ വേദം നോക്കിയിരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ സാബുവിന്റെ 2 കാലും തല്ലി പിടിച്ചിട്ടുണ്ട് വിക്രം. ആകെ ഫുള്ള് ആളെ പഞ്ഞിക്കിട്ട് കിടത്തിയിരിക്കുക. അങ്ങനെ പോലീസും ശ്രീകാന്തും ചന്ദ്രശേഖരനും വരുമ്പോ ഡോക്ടർ കാര്യങ്ങൾ പറയണേ. വല്ലാത്ത അവസ്ഥയിലാ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൈയും കാലും തല്ലി ചാച്ചിട്ടുണ്ട്, കഴുത്തിനൊരു കംപ്രഷൻ ഉണ്ട്, ഭാഗ്യത്തിന് സ്പൈനൽ നെർവിനൊന്നും പറ്റിയില്ല. ഇതാരോ അറിഞ്ഞ് പണി ചെയ്തതാണേ. ഇതിങ്ങനെ മേജർ ആക്സിഡന്റിൽ സംഭവിക്കാം, പക്ഷെ സാബുവിന്റെ കാര്യത്തില് ഇതാരോ അറിഞ്ഞ് ചെയ്തത് തന്നെയാട്ടോ. കാരണം ഈ കാലുമനെ ബന്ധിപ്പിച്ച് നിർത്തുന്ന, അതായത് നിൽക്കാൻ സഹായിക്കുന്ന പേശികളൊക്കെ ആരോ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മളൊരു പഴമൊഴി പറയില്ലേ, കുതുകാല് വെട്ടുക, അത് തന്നെ സംഭവം. ഇനി ഒരുപാട് വർഷത്തെ തെറാപ്പിക്ക് ശേഷം ചലനമൊക്കെ തിരിച്ചു കിട്ടുമായിരിക്കും. ഇങ്ങനെ ഡോക്ടർ ഓരോരോ കാര്യങ്ങൾ പറയുന്നതായിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരനും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പേഷ്യന്റ് ഇപ്പോഴും പറയുന്നത് ഇതൊരു ആക്സിഡന്റ് ആണെന്നാ, പക്ഷേ എനിക്ക് തോന്നുന്നത് ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്നാ. എന്തായാലും നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. അല്ല സംസാരിക്കാനോ എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ ഇപ്പൊ കുഴപ്പമില്ല, വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക്. ഡോക്ടർ പറയും ഓഫ് കോഴ്സ്, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോവാം. ചന്ദ്രശേഖരൻ അപ്പൊ തന്നെ ഡോറ് ലോക്ക് ചെയ്യും. ശ്രീകാന്ത് ചോദിക്കും സാബു എന്താ സംഭവിച്ചത്? ആ പോലീസും ചോദിക്കും. സാബു പറയും നല്ല ഇരുട്ടായിരുന്നു, ഉള്ളിൽ മദ്യമുള്ളത് കൊണ്ട് ശ്രദ്ധിച്ചില്ല, കുഴിയിൽ വീണ് നേരെ പാറയിൽ വന്നിടിച്ചു, പിന്നെ കുറെ നേരത്തേക്ക് ബോധം ഉണ്ടായില്ല, പിന്നെ എണീറ്റപ്പോ കണ്ണു തുറന്നപ്പോ അവിടെയാണ്. പോലീസ് പറയും ഇത് തന്നെ ആവർത്തിക്കുന്നത്, ഏതാണ്ട് പഠിച്ചു വെച്ചതുപോലെ. അങ്ങനെ ശ്രീകാന്തും ചന്ദ്രശേഖരനും വീണ്ടും ചോദിക്കും. ഡോക്ടർ വരെ പറഞ്ഞു ഇത് ആരോ തല്ലി ചതച്ചതാണെന്നേ, ഒരു പേടിയും വേണ്ട. സാബു പറ ഇത് അവനല്ലേ വിക്രം? അപ്പോ സാബു ഇങ്ങനെ കഴിഞ്ഞ കാര്യം ആലോചിക്കണേ. ഇനി എന്തിനെങ്കിലും വന്നാലേ അനുഭവിക്കുന്നത് വീട്ടിലെ പെണ്ണുങ്ങളായിരിക്കും, എല്ലാരെയും ഉപദ്രവിക്കുന്ന വിക്രം പറഞ്ഞിരുന്ന ആ കാര്യമൊക്കെ ആലോചിക്കുക. ചന്ദ്രശേഖരൻ പറയും സാധാരണ ആക്സിഡന്റിലെ ഇങ്ങനെ സംഭവിക്കില്ല, ഇത് താൻ എഴുന്നേൽക്കരുതെന്ന് കരുതി തന്നെ ആരോ ചെയ്തതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ചെയ്യാൻ സാധ്യത ഉള്ളതാരാ? സാബു പറ വിക്രമല്ലേ ഇത് ചെയ്തത് എന്നാ സിയെയും ചോദിക്കും. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വിക്രമാണെന്ന് പറയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും. ഇനിയുള്ള കാലം താൻ എഴുന്നേൽക്കരുതെന്ന് കരുതിയിട്ട് അവൻ ചെയ്തിട്ട് പോയിരിക്കുന്നത്. ശ്രീകാന്ത് പറയും തന്റെ പിന്നിൽ ഒരുപാട് ഫോഴ്സ് ഉണ്ട്, ഞങ്ങളും ഉണ്ട്, പറ പറ സാബു. അപ്പോഴും സാബു പറയും അത് ഇരുട്ടായിരുന്നു സാറേ, ആളെ കണ്ടില്ല, ആരാന്ന് എനിക്കറിയില്ല. അവർക്ക് ദേഷ്യം വരും. പോലീസ് പറയും വാ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അവർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇക്കാര്യം തന്നെ സംസാരിക്കണേ. ഇനി അയാൾ ഒന്നും പറയാൻ പോകുന്നില്ല. നമുക്ക് പരിചയമുള്ള സാബു അല്ല ഇപ്പൊ ആ റൂമിൽ കിടക്കുന്നത്. ഭയം പോ അയാളെ മറ്റൊരാളാക്കി മാറ്റിയിട്ടുണ്ട്. പോലീസ് പറയും ഇനി ഒരിക്കലും അയാളെ ഫോഴ്സിലേക്ക് തിരികെ കയറരുതെന്ന് കരുതി ചെയ്തത് തന്നെയാണിത്. ശ്രീകാന്ത് പറയും അതുകൊണ്ടാ ഇത് വിക്രം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നത്. അവന്റെ അച്ഛനെയും ചേട്ടന്മാരെയും സ്റ്റേഷനിലിട്ട് പെരുമാറിയതിനുള്ള പ്രതികാരം ഇത്. മറിഞ്ഞിരുന്ന് ആളെ വീഴ്ത്തുന്ന യുദ്ധം. പോലീസ് പറയും ഇത് നാളെ മറ്റാർക്കെങ്കിലും നേരെ ആവാം, സാറിന് പേടിയുണ്ടോ? ശ്രീകാന്ത് പറയും സാറിന് ധൈര്യമുണ്ടോ? ഒറ്റയ്ക്ക് നേരിടാൻ എനിക്ക് ധൈര്യമില്ല, ഇമ്മാരി ചെയ്ത് കിട്ടിയാ പിന്നെ ജന്മത്തെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. എങ്കിൽ പിന്നെ ഈ ഗതികേടൊന്നും വേണ്ടല്ലോ, ചുമ്മാ വീട്ടിൽ കിടക്കാം, സമയം ഭക്ഷണം കഴിക്കാം, വിശ്രമ ജീവിതം. അകത്ത് പേടിച്ച് വിറച്ച് കിടക്കുന്നവനെ പോലെ കിടക്കാനായിരുന്നെങ്കിൽ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ നമ്മുടെ ഈഗോയിൽ തൊട്ട് അവന്റെ കളി. ഇപ്പൊ ഒതുങ്ങിക്കൊടുത്താ അവൻ ജയിച്ചെന്ന് കരുതും. പകരം മാളത്തുനിന്ന് അവനെ പുറത്തിറക്കണം സാറേ. അവന് വേദനിച്ചാൽ അവൻ സഹിക്കും, പക്ഷെ അവന് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ അവൻ പുറത്തിറങ്ങും. മുന്നിൽ വന്ന് കിട്ടിയാലേ പിന്നെ എന്ത് വേണമെന്ന് സാറിന് അറിയാലോ. അപ്പൊ പോലീസ് പറയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചന്ദ്രശേഖര, ഇനി അവന്റെ വീട്ടുകാർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഇനി വലിയ എതിർപ്പുണ്ടാകും, പ്രത്യേകിച്ചും ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്ത് അതത്രയ്ക്ക് എളുപ്പമല്ല. എന്തിനാ വഴിക്ക് പോണം? അവന് ഭാര്യ ഉണ്ടല്ലോ വേദ, അവളായിട്ട് തന്നെ അതിനൊരു വഴി തുറന്നിട്ട് തന്നിട്ടുണ്ടല്ലോ. ശ്രീകാന്ത് പറയും അച്ഛൻ അവളെ അങ്ങനെ വിശേഷിപ്പിക്കല്ലേ, കേൾക്കുമ്പോ തന്നെ എന്തോ തോന്നുന്നു, നിനക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ഇപ്പൊ അത് തന്നെയല്ലേ സത്യം. ആ പോലീസ് വയ്ക്കും ചന്ദ്രശേഖരൻ എന്താ പറയാൻ വന്നത്? മാർക്കറ്റിലഹളാ വേദയായിട്ടെ കുടത്തുനിന്ന് പുറത്തേക്കിട്ട പോതാണത്. കോടതി പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കല്ലേ, ആ കേസിന്റെ ചാർജ് ഇനി മുതൽ സാറിന് കിട്ടിയാലോ. ആ കേസിലെ ശ്രീനിവാസിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണേ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയ ആ തെളിവുകൾ നമുക്കുണ്ടാക്കാന്നേ. ശ്രീകാര്യം ശ്രീനിവാസനെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഉറപ്പായും അവൻ പുറത്തു ചാടും. കൂടെ വരുൺ കേസിൽ പ്രതിയായി അവനെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് ഫോട്ടോ വെച്ചുള്ള ഒരു ലുക്കൗട്ട് നോട്ടീസ് പിന്നെ ഉറപ്പായിട്ടും അവനെ കൈ കിട്ടും സാറേ. സാറിന് പിന്നെ എന്ത് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. കാട് ഇളക്കാൻ നോക്ക് സാറേ, ഒളിച്ചിരിക്കുന്ന കൊമ്പനെ
മുട്ടുകുത്തിക്കണം. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടെ ആ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ്ടെ വീട്ടിലാണ്. ശ്രീ പ്രൊഡക്റ്റിൻ്റെ പുതിയ ഒരു രൂപം വന്നിരിക്കുക. അതായത് എല്ലാം നശിപ്പിച്ചതായിരുന്നല്ലോ, എല്ലാം വീണ്ടെടുക്കുക. അപ്പോഴേക്ക് വിശ്വം കടയിൽ പോയിട്ട് വരിക കേട്ടോ. എന്നിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണേ. ഒരാഴ്ചയായിട്ട് സാധനങ്ങൾ മുടങ്ങിയതിന് തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ടെന്ന്. മാഷ് പറയും ഇനി അങ്ങനെ ഉണ്ടായിക്കൂടാ, തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ മുന്നിൽ നിൽക്കണം, അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു പറയണം. ഇലക്ഷൻ എടുത്തുകൊണ്ട് കൂടുതൽ വിളച്ചലിന് മുതിരും തോന്നുന്നില്ല. വിക്രം ഒരിക്കൽ നിന്റെ അമ്മയോട് പറഞ്ഞൊരു വാചകമുണ്ട്, എതിർക്കാൻ തയ്യാറല്ലെന്ന് കണ്ട തുടർച്ചയായി അടിയേറ്റുകൊണ്ടേയിരിക്കുന്നു. സ്വന്തം രക്ഷയ്ക്കാണത്രേ അവൻ പലപ്പോഴും പ്രതിരോധിച്ചിട്ടുള്ളത്. അന്ന് ഞാനത് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. പക്ഷെ ചിലതരം ആൾക്കാരുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വിഷം ചോദിക്കും, അച്ഛനിപ്പോ വിക്രത്തിന്റെ തല്ലുകൊള്ളിത്തരത്തിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. മാഷ് പറയും അങ്ങനെയല്ലടാ, അവനുണ്ടായ വഴക്കും മടിയൊക്കെ അവൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. നാട്ടുകാർ അവനെ കുറിച്ച് നല്ലത് പറയുമ്പോഴും എന്റെ ഉള്ളിലെ പ്രതിച്ഛായ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതിന്റെ മറവിൽ മറ്റൊരാളെന്നെ കാലങ്ങളായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നറിയാൻ ഒരുപാട് വൈകിപ്പോയില്ലേ. അത് കേൾക്കുമ്പോ നന്ദിനി തല താഴ്ത്തണേ. അതിങ്ങനെ കമല ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയും അത് പോട്ടെ മാഷേ, കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അത് മനസ്സിലിട്ട് കുഴക്കണ്ട. വിശ്വം പറയും പിന്നെ നാട്ടുകാർക്കിടയില് മറ്റൊരു സംസാരമുണ്ട്. ആ ഇൻസ്പെക്ടർ സാബുല്ലേ, അയാളെ ഇന്നലെ ആരോ മാരകമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന്. ആരെന്ന് വെച്ചാ? വിശ്വം പറയും അത് ചെയ്തത് വിക്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീട് വിക്രമിന്റെയും വേദയുടെയും ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കുക. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.